ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. ഇത്ര മണിക്കൂറുകൾ നീളില്ലെങ്കിലും ഇത് ആ റോഡിനെ സംബന്ധിച്ച് ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. 3 ഓവർ ബ്രിഡ്ജുകൾ വരുന്നുണ്ട്, അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്, ഈ തിരക്ക് കൂട്ടാൻ കാരണമാകുന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ആശുപത്രി അടുത്തുണ്ട്, ആംബുലൻസുകൾ പോകേണ്ട വഴിയാണ്. അപ്പോൾ ഇത് ക്രമീകരിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇന്ന് നമ്മൾ കണ്ടതാണ്, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നോക്കുകുത്തികളാകുന്നത് നമ്മൾ കണ്ടു. ഏതെങ്കിലും തരത്തിൽ ഇത് പരിഹരിക്കാം, അവിടെ കുറച്ചുകൂടി വേഗതയിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും ആലോചനകൾ നടക്കുന്നുണ്ടോ? ധന്യായി ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട ദേശീയപാത ഇതുപോലെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഈ പൊളിച്ചിട്ടിട്ട് മേൽപ്പാലങ്ങളുടെ പണി നടക്കുകയാണ്. ഈ മേൽപ്പാലങ്ങളുടെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ ഈ പ്രധാന റോഡിലൂടെ ഗതാഗതം നടക്കില്ല. പക്ഷേ സമാന്തരമായി ഇതിന് സൈഡിലൂടെ ഈ ഇട റോഡുകളെ സർവീസ് റോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സർവീസ് റോഡുകൾ നമുക്ക് അറിയാൻ സാധിക്കും. ഈ വാഹനങ്ങൾ പോകുന്നത് നോക്കുക. അതായത് നിരങ്ങി പോകുന്ന ഒരവസ്ഥ. സുഗമമായി ഈ വാഹനത്തിന് കടന്നു പോകാനുള്ള യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാതെയാണ് ഈ സർവീസ് റോഡുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സർവീസ് റോഡുകളിലൂടെ വാഹനങ്ങൾ നിരങ്ങിയാൽ പോവുക. മാത്രമല്ല, കഷ്ടിച്ച് ഒരു ചെറുവാഹനത്തിന് കടന്നു പോകാവുന്ന ഒരു റോഡാണ്. അതിലൂടെയാണ് ഈ കണ്ടെയ്നർ ലോറികൾ അടക്കം പോകുന്നത്, വലിയ വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളതും കൂടെ നോക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും യാത്രക്കാർ കടന്നു വരുമ്പോൾ നമുക്ക് അവരുടെ പ്രതികരണങ്ങളോട് ലഭിക്കും നോക്കാം. ചേട്ടാ, എങ്ങനെയാ ബ്ലോക്ക് കഴിഞ്ഞോ? സാർ, ബ്ലോക്ക് ഭയങ്കര പോരാൻ നല്ല ബുദ്ധിമുട്ടാണ്. റോഡ് വളരെ മോശമാണ്. അപ്പുറത്ത് നേരത്തെ ഇപ്പൊ ഇച്ചിരിയൊക്കെ വാഹനങ്ങൾ കടന്നു പോയി തുടങ്ങിയിട്ടുണ്ടല്ലോ. അവിടെ കുറച്ച് സ്ഥലങ്ങൾ വളരെ മോശമാണ്, കുറച്ച് സ്ഥലങ്ങളിൽ നല്ല ക്ലിയർ. ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഈ ചെറു വാഹനങ്ങൾ പോലും കടന്നു പോകാനാകാത്ത വിധത്തിൽ ഈ റോഡ് എത്രമാത്രം മോശമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം അത് തന്നെയാണ്. കാരണം ഈ ഒരു ഗതാഗത കുരുക്ക് ഇന്നോ അല്ലെങ്കിൽ ഇന്നലെയോ ഉണ്ടായതൊന്നുമല്ല, ഇത് നേരത്തെ തന്നെ ഉള്ളതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ അപ്പോൾ ഇത് ഗതാഗത കുരുക്ക് രൂക്ഷമാകും. ആ വാഹനം അവിടുന്ന് മാറ്റുന്നത് വരെ മറ്റു വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള യാതൊരുവിധ സംവിധാനവും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം. അത്തരത്തിൽ ആളുകളുടെ ഒരു പ്രതിഷേധമുണ്ട്. കാരണം രാവിലെ മുതൽ പല കാര്യങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കായിട്ട്, ആശുപത്രി ആവശ്യമായാലും എയർപോർട്ടിലേക്ക് പോകാനായിട്ടാണെങ്കിലും മറ്റ് പല ആവശ്യങ്ങൾക്കായിട്ടും രാവിലെ തന്നെ വരുന്ന ആളുകളുണ്ട്. അവർ ഈ വഴിയിൽ കുരുങ്ങിക്കിടക്കുമ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടത്താൻ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണം കഴിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും സൗകര്യമില്ലാതെ വലയുന്ന ഒരു അവസ്ഥ. മാത്രമല്ല, വർദ്ധിച്ചു വരുന്ന ഇന്ധന ചെലവ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം, വലിയ വാഹനങ്ങൾ, അതായത് ഈ കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ, ചരക്ക് വാഹനങ്ങൾ, ഇതെല്ലാം ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നതാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം. അപ്പോൾ പ്രധാനമായും പോലീസ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ ചെറുവാഹനങ്ങൾ ഇട റോഡുകളിലൂടെ വഴിതിരിച്ചു വിട്ടാൽ പ്രധാന പാത, ദേശീയപാതയിൽ കൂടുതൽ കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഈ കുടുങ്ങിക്കിടക്കുന്ന കണ്ടെയ്നർ ലോറികൾ അല്ലെങ്കിൽ ചരക്ക് വാഹനങ്ങൾ അത് കടന്നു പോകാൻ സാധിക്കും. മറ്റൊരു കാര്യം, പ്രധാനമായിട്ടും സർവീസ് നടത്തുന്ന ബസ്സുകളാണ്. ബസ്സുകൾ കടന്നു പോകേണ്ട സമയത്ത് കടന്നു പോകാനാകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അത്തരം ഒരു സ്ഥിതിവിശേഷം അവർക്ക് ഏതെങ്കിലും വിധേന കടന്നു പോകാനുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ അതും വലിയ രീതിയിൽ പ്രശ്നമാണ്. അവരുടെ കൃത്യസമയത്ത് ബസ് ഓടി എത്തേണ്ടതുണ്ട്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. എന്തായാലും സമയത്ത് ഒരു കാര്യവും നടക്കാനാകാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് നിലവിൽ ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ കാലങ്ങളെ തന്നെ ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇവിടെയുള്ള ആളുകളൊക്കെ ഇവിടെ ഉള്ളവരാണെന്ന് തോന്നുന്നു. ചേട്ടാ, ഇതിങ്ങനെ ഈ ഗതാഗത കുരുക്കൊക്കെ കൂടുതൽ എപ്പോഴും ഉള്ളതാണ്? ഇതിപ്പോ തുടങ്ങിയിട്ട് കുറെ നാളായി. പോരാതെ വേസ്റ്റ് കൂടി കൊണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ല, ആൾക്കാർക്ക് ഒന്നുകൊണ്ട് നടക്കാൻ പറ്റില്ല. ഓടണം വണ്ടി വരുമ്പോ. ഇത് ഇപ്പൊ ഈ ലോറി മറിഞ്ഞതുകൊണ്ട് മാത്രമാണോ ഈ കുരുക്കുണ്ടായത്, അതോ നേരത്തെ ഈ പ്രശ്നമുള്ളതാണോ? നേരത്തെ ഉള്ളതാ. അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അപകടങ്ങൾ ഇടയ്ക്കിട്ടുണ്ടാവാറുണ്ട്. ചേട്ടാ, എങ്ങനെയാ ഈ ഗതാഗത കുരുക്ക് ഇപ്പൊ മാത്രമാണോ അതോ നേരത്തെ ഉണ്ടായിട്ടുണ്ട്? ഇല്ലില്ല, ഇപ്പൊ മാത്രമാണ്. ഈ പണി തുടങ്ങിയതിന് ശേഷം. ഈ പണി തുടങ്ങിയതിന് ശേഷമാണ് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഈ ഗതാഗത കുരുക്ക് രൂക്ഷമായിട്ട് വരുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങൾ കിട്ടുമോ എന്ന് നോക്കാം. ചേട്ടാ, എങ്ങനെയാ ബ്ലോക്കൊക്കെ ഒഴിവായി തുടങ്ങിയോ? ബ്ലോക്ക് ഒഴിവായിട്ടില്ല. ഇല്ല. എന്താണ് പ്രധാനമായിട്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയാം? റോഡ് ശരിയല്ല. ഈ റോഡ് കാലങ്ങളായി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ബ്ലോക്കൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയോ ചേട്ടാ? ത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും മാത്രം നിറഞ്ഞല്ല, കുണ്ടും കുഴിയും നിറഞ്ഞാണ്. ഭയങ്കര ദുരിതമാണ്. ചേട്ടൻ പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ്. സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞതാണ്, ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കണം. അതൊരവസ്ഥയാണ് ഇപ്പോൾ ശരാശരി മലയാളി നേരിടുന്ന ഒരു അവസ്ഥ എന്ന് തന്നെയാണ് പറയുന്നത്. ചേട്ടാ, എങ്ങനെയാ നിങ്ങൾക്ക് ബ്ലോക്കൊക്കെ ഒഴിവായി തുടങ്ങിയിട്ടുണ്ടോ? സമയത്ത് എത്താൻ പറ്റുന്നുണ്ടോ? നടക്കില്ല, ഭക്ഷണം പോലും കഴിക്കാൻ നേരമില്ല. ഇത് തന്നെയാണ് ഇവിടുത്തെ ബസ്സുകാരുടെ പ്രതികരണമാണ്. കാരണം രാവിലെ മുതൽ തുടങ്ങിയ ഒരു അധ്വാനമാണ്, സമയത്ത് ഓടി എത്താനാവുന്നില്ല.
ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കൃത്യമായി കാണാൻ സാധിക്കും. ഒരു വണ്ടി കഷ്ടി പോകാവുന്ന സർവീസ് റോഡ് അതിനുള്ള സൗകര്യമാണ് ഉള്ളത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു വണ്ടി ഒരു ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ മറ്റു വണ്ടികൾക്കൊന്നും കടന്നു പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ചരക്ക് വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. ഇവരൊക്കെ രാവിലെ മുതൽ അല്ലെങ്കിൽ മണിക്കൂറുകളായി ഈ വഴിയിൽ ഇങ്ങനെ കുടുങ്ങി കിടന്നിട്ട് ഇപ്പോൾ കടന്നു പോകാൻ പറ്റുന്നുണ്ടെന്നുള്ള ഒരു ചെറിയൊരു ആശ്വാസം. ശരി സിജോ, അതാണ് ആ ഒരു ചെറിയ ആശ്വാസമുണ്ട്. ചെറുതായിട്ടെങ്കിലും വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. പല വഴികളിലൂടെയും ചെറിയ വാഹനങ്ങൾ തിരിച്ചുവിട്ടാണെങ്കിലും വാഹനങ്ങൾ ഓടി തുടങ്ങിയിട്ടുണ്ട്. സിജോ വർഗീസാണ് വിശദാംശങ്ങൾ നൽകിയത്.